Hi students, welcome to a lecture series of mechanics. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് ഇക്വിലിബ്രിയം ടൈഡൽ ഫോർമേഷനെ കുറിച്ചാണ്. അതിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ, സണ്ണിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് സണ്ണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ടൈഡൽ ഇഫക്റ്റിൻ്റെ എക്സ്പ്രഷൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇങ്ങനെ എർത്തിനെ 4 പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു, ABCD എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇഫക്റ്റീവ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് നമ്മൾ ക്വാളിറ്റേറ്റീവായിട്ടും ക്വാണ്ടിറ്റേറ്റീവായിട്ടും കണ്ടുപിടിച്ചു. എന്നിട്ട് അതിൻ്റെ ഡയറക്ഷൻസ് നമുക്ക് കിട്ടിയപ്പോൾ അത് 2 ലോ ടൈഡിനും 2 ഹൈ ടൈഡിനും ഈക്വലൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഫോഴ്സാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ ഇഫക്റ്റീവ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് നമ്മൾ കണ്ടുപിടിച്ചു. ഈ G0 എന്ന് പറയുന്നത് എർത്തിൻ്റെ സെൻറ്ററിൽ സൺ ഉണ്ടാക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫീൽഡാണ്. And G0 is GMS by RS സ്ക്വയർ. ഇതാണ് G0 വരിക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ വേരിയേഷൻ, ഓരോ ഡിഫറെൻറ്റ് പോയിന്റുകളിലുള്ള വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടി. എ എന്ന് പറയുന്ന പോയിന്റിലെ ഇഫക്റ്റീവ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുന്നത് GA prime will be 2G0 RE by RS, where RE is the radius of the earth, RS is the distance from the center of the sun to center of the earth. ഇത് കാൽക്കുലേറ്റ് ചെയ്തു. GA prime കണ്ടുപിടിച്ചു, GB prime കണ്ടുപിടിച്ചു. GA പ്രൈമും GB പ്രൈമും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് കിട്ടി. GC പ്രൈമും GD പ്രൈമും അതുപോലെ തന്നെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് കിട്ടി. അതിൻ്റെ എക്സ്പ്രഷൻസും നമുക്ക് കിട്ടി. അപ്പോൾ എങ്ങനെയാണ് ടൈഡ് ഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ സണ്ണിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഒരു റിയലിസ്റ്റിക് പ്രോബ്ലത്തിൽ കുറച്ചും കൂടിയും കോംപ്ലിക്കേറ്റഡ് ആണ്. എർത്തിൻ്റെയും സണ്ണിൻ്റെയും കോൺട്രിബ്യൂഷൻസ് ഇഫക്റ്റീവ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷനാണ് ഒരു ടൈഡൽ ഇഫക്റ്റിന് കാരണമാകുന്നത്. പക്ഷേ എർത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എർത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സണ്ണിൻ്റെ കോൺട്രിബ്യൂഷനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇരട്ടി ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് ക്വാണ്ടിറ്റേറ്റീവായിട്ട് നമ്മൾ കണ്ടുപിടിക്കാനാണ് ഈ ലെക്ചറിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. ടൈഡൽ ഫോർമേഷൻ ഉണ്ടാവുന്നതെന്ന് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് ഇക്വിലിബ്രിയം ഹൈറ്റ് ഓഫ് ദ ടൈഡാണ് നമ്മൾ ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ലോ ടൈഡിൻ്റെയും ഹൈ ടൈഡിൻ്റെയും ഒക്കെ ഇക്വിലിബ്രിയം ഹൈറ്റ് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ലോ ടൈഡും ഹൈ ടൈഡും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ആണ് നമ്മൾക്ക് ഏകദേശം ഒരു ഇക്വിലിബ്രിയം ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈഡിൻ്റെ ഇക്വിലിബ്രിയം ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഇന്നത്തെ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസിക്കലി ന്യൂട്ടൺ ഇത് കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യൂട്ടൻ്റെ ഒരു മോഡലുണ്ട്. ആ മോഡൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് with the help of a model proposed by Newton. Okay, so അപ്പോൾ ഈ ഒരു ഫിഗർ ഓർമ്മയുണ്ടാവണം. GA പ്രൈം ഇങ്ങോട്ടും GB പ്രൈം ഇങ്ങോട്ടും GD പ്രൈം GC പ്രൈമും ഈ ലെവൽ, അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഞാൻ തൽക്കാലം ഈ ഫിഗർ ഒന്ന് മാറ്റിയാണ്, നിങ്ങൾക്കത് ഓർമ്മയുണ്ടാവണം. GA പ്രൈമും അത് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇക്വിലിബ്രിയം ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ in order to calculate the equilibrium height of a third, we adopt a model proposed by Newton. ന്യൂട്ടൺ പ്രപ്പോസ് ചെയ്തൊരു മോഡലാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം എർത്തിനെ ഒരു പ്യുവർലി സ്പെറിക്കൽ ആയിട്ടുള്ള സിസ്റ്റമായിട്ട് ഇമാജിൻ ചെയ്യാമെന്ന് വിചാരിക്കാം. കൺസിഡർ എർത്ത് ആസ് പ്യുവർലി സ്പെറിക്കൽ ഇൻ ഷേപ്പ് ആൻഡ് യു കൺസിഡർ എ എർത്ത് ലൈക്ക് ദിസ്. ഈ എർത്തിൽ ഇവിടെ ഇത് ഹൈ ടൈഡിൻ്റെ റീജിയനാണ്. അതായത് നമ്മൾ ഇവിടെ മൂൺ വരുമ്പോൾ അല്ലെങ്കിൽ ഈ ലൈൻ ജോയിനിങ് സൺ എർത്ത് ആക്സിസ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഈ ഇത്
to sun, അതായത് this axis is the sun earth axis. sun earth axis ആണ് ഈ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ രണ്ട് ആക്സിസ് കൺസിഡർ ചെയ്യാണ്. ഒരു ആക്സിസ് എന്ന് പറയുന്നത് along the line joining sun and earth. Other one is perpendicular to a line joining the sun and earth. അപ്പോൾ ഇങ്ങനെ ഈ ആക്സിസ് എന്ന് പറയുന്നത് സണ്ണിനും എർത്ത് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസ് ആണ്. സോ യു കൺസിഡർ ടു വെൽസ് രണ്ട് വെല്ലുകൾ ഇമാജിൻ ചെയ്യാം. സർഫസിൽ നിന്ന് എർത്തിൻ്റെ സെൻറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന രണ്ട് വെല്ലുകൾ വെൽ 1 വെൽ 2 ഇത് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്നു. എവിടെ? എർത്തിൻ്റെ സണ്ണിൽ മീറ്റ് ചെയ്യുന്നു. ഈ വെൽ ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ. ദിസ് വെൽ ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് വാട്ടർ. അങ്ങനെ ഇമാജിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വെല്ലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് h1 എന്നെടുക്കുക. സെക്കൻഡ് വെല്ലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് h2 എന്നെടുക്കുക. ഈ പോയിന്റ് എ എന്നും ഈ പോയിന്റ് ബി എന്നും ഇമാജിൻ നമ്മൾ കൺസിഡർ ചെയ്തു. ഈ ഫിഗറിൽ ആ രണ്ട് പോയിന്റുകളാണ് നമ്മളിവിടെ അവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്ന രണ്ട് വെല്ലുകൾ ഇമാജിൻ ചെയ്യാം. ഓക്കെ, pretend that two wells 1 and 2 full of water run from the surface of earth run from the surface of earth to the center comma where they join. So you consider two wells full of water which run from the surface of the earth to the center where they join at the center. Okay, where they join. And one is along the earth sun. Well, one is along the earth sun axis. Well, 2 is along the perpendicular to this, along the perpendicular line in the for the earth sun axis. Earth sun axis ന് perpendicular ആയിട്ടുള്ള ലൈനിലാണ് അടുത്ത വെല്ല്. അപ്പോൾ രണ്ട് വെല്ലുകളും കംപ്ലീറ്റ്ലി ഫിൽഡ് ഓഫ് വാട്ടർ ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഇക്വിലിബ്രിയം ഹൈറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ടൈഡിൻ്റെ ഇക്വിലിബ്രിയം ഹൈറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ വെല്ലിൻ്റെ ഉള്ളിൽ എല്ലാ സ്ഥലത്തും ഒരേ പ്രഷറാണ് എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യാണ്. കാരണം എന്താ, ഈ വെൽ മുഴുവൻ വിത്ത് വെള്ളം കൊണ്ട് ഫില്ല് ചെയ്തേക്കാണെന്നാണ് ഇമാജിൻ ചെയ്തത്. അപ്പോൾ വെല്ലിൻ്റെ ബോട്ടം ഓഫ് ദ വെൽ എല്ലാ സ്ഥലത്തും പ്രഷർ സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇമാജിൻ ചെയ്യാം. ഫോർ ഇക്വിലിബ്രിയം pressure, the pressures at the bottom of the well, pressures at the bottom of well must be identical. ഇങ്ങനെ ഇമാജിൻ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയി. അപ്പോൾ പ്രഷർ എല്ലാ സ്ഥലത്തും ഒരുപോലെയാണ്, ഇക്വിലിബ്രിയത്തിലാണ് നമ്മൾ ഇമാജിൻ ചെയ്യുക. അപ്പം ബോട്ടം ഓഫ് ദ വെല്ലിലുള്ള ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് വെൽ 1ലും വെൽ 2ലും സെയിം ആയിരിക്കും എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യാം. ഓക്കെ, അത് ക്ലിയർ ആയി. ദെൻ ഇവിടെ ഒരു ചെറിയൊരു കോളം കൺസിഡർ ചെയ്യാം. Consider a short column of water ഈ വെൽ 1ൽ ഒരു ചെറിയൊരു കോളം കൺസിഡർ ചെയ്യുക dr. അതിൽ നിന്ന് സെൻറ്ററിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്
R എന്ന് വിചാരിക്കാം. You consider a short column of water at a distance R from the center of the well. Consider a short column of water of height dr at a distance r from the center of the earth. അതേപോലൊരു കോളം ഇവിടെ നമുക്ക് ഇമാജിൻ ചെയ്യാം, കോളം 2 നമുക്ക് ഇമാജിൻ ചെയ്യാം. ഓക്കെ, ക്ലിയർ? സോ ഈ ഒരു കോളത്തിന്റെ പ്രഷർ എത്രയായിരിക്കും? The pressure due to this column. പ്രഷർ നമ്മൾ കണ്ടുപിടിക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന ഫോർമുല എന്താ? എച്ച് റോ ജി എന്ന് പഠിച്ചിട്ടുണ്ടോ? എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ വാട്ടർ കോളം, റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ, ജി എന്ന് പറയുന്നത് അവിടുത്തെ ആക്സലറേഷൻ ഓഫ് ഡ്യൂ ടു ഗ്രാവിറ്റി, അവിടെ അനുഭവവേദ്യമാകുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ പ്രഷർ ഡ്യൂ ടു ദിസ് കോളം ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു, ഇവിടെ റോ എത്രയാണ്? റോ എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ ഡെൻസിറ്റി, പിന്നെ ജി ഓഫ് ആർ. നമ്മൾ ആർ എന്ന് പറയുന്ന, അതായത് ഇവിടെ നിന്ന് ആർ ദൂരത്തിലുള്ള ഒരു പോയിന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അവിടുത്തെ ഇഫക്റ്റീവ് ഗ്രാവിറ്റേഷൻ ഫീൽഡ് ആണ് ജി ഓഫ് ആർ ഇൻറ്റു ഡി ആർ. ഡെൻസിറ്റി ഇൻറ്റു ഇഫക്റ്റീവ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റു ഡി ആർ. ഓക്കെ, അപ്പോൾ ജി ഓഫ് ആർ ഈസ് ദ ഇഫക്റ്റീവ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ജി ഓഫ് ആർ ഈസ് ദ effective gravitational field at R. ക്ലിയർ? ഇതാണ് പ്രഷറിന്റെ എക്സ്പ്രഷൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡെൻസിറ്റി റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ, ആ സ്ഥലത്തെ ഡെൻസിറ്റിയാണ്, ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഡി ആർ എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്, ഹൈറ്റ് ഓഫ് ദ വാട്ടർ കോളം. ഓക്കെ, ക്ലിയർ? ഇതാണ് ഫോർമുല. അപ്പോൾ ജി ഓഫ് ആർ നമുക്ക് കണ്ടുപിടിക്കണം. ഈ കോളത്തിലുണ്ടാവുന്ന ജി ഓഫ് ആർ ഇഫക്റ്റീവ് ഗ്രാവിറ്റേഷൻ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇഫക്റ്റീവ് ഗ്രാവിറ്റേഷൻ ഫീൽഡ് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക? അവിടെ രണ്ട് രീതിയിലുള്ള എർത്തിന്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊണ്ട് നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്ത് ഉണ്ട്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്ത്, ഈ വാട്ടർ കോളത്തിൽ അനുഭവപ്പെടുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിൻ്റെ കൂടെ വേറൊരു ഗ്രാവിറ്റേഷണൽ ഫീൽഡും കൂടിയുണ്ട്. അതേതാ? സണ്ണ്. ഇവിടെ സണ്ണുണ്ടെന്ന് വിചാരിക്കുക. ഈ സണ്ണും മൂണും ഒക്കെ ഉണ്ടാക്കുന്ന, സണ്ണ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ചാൽ സണ്ണ് മാത്രം നമ്മൾ കൺസിഡർ, ഫോർ ദ ടൈം ബീയിങ് നമുക്ക് സണ്ണ് മാത്രം കൺസിഡർ ചെയ്യാം. സണ്ണ് ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇഫക്റ്റീവ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ട്. ഇഫക്റ്റീവ് എർത്ത് എന്ന് പറയുന്നത് ഫ്രീ ഫാൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് G0 ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇഫക്റ്റീവ് ഗ്രാവിറ്റേഷൻ ഫീൽഡ്, ഇപ്പോൾ നമ്മൾ ഈ GA പ്രൈം എന്ന് കണ്ടുപിടിച്ചപ്പോൾ തന്നെ ഈ പോയിന്റിൽ ഉണ്ടാവുന്ന G പ്രൈം നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഫക്റ്റീവ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് G ഓഫ് ആർ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഒരു സഫിക്സ് G1 എന്ന് നമുക്ക് ഇതിനെ കൊടുക്കാം. സോ G1 ഓഫ് ആർ ഈസ് ദ ഇഫക്റ്റീവ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. കോളം 1ന്റെ, കോളം 2ന്റെ ആണെങ്കിൽ G2 ഓഫ് ആർ എന്ന് കൊടുക്കും. അപ്പോൾ നമുക്കറിയാം ഇക്വിലിബ്രിയത്തിൽ ടോട്ടൽ പ്രഷേഴ്സ് സെയിം ആണെന്ന് നമ്മളിപ്പോൾ തന്നെ ഇക്വിലിബ്രിയത്തിൽ സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇൻ്റഗ്രൽ 0 to h1, കോളം 1ന്റെ കാര്യം എഴുതുന്നത് G1 ഓഫ് ആർ ഇൻറ്റു റോ ഇൻറ്റു ഡി ആർ റെപ്രസെൻ്റ് ചെയ്യാം. G1 ഓഫ് ആർ എന്ന് പറയുന്നത് ഈ കോളത്തിൽ അനുഭവപ്പെടുന്ന എഫക്റ്റീവ് ഗ്രാവിറ്റേഷണൽ ഫീൽഡാണ്. It is not simply the acceleration due to gravity, അതും എർത്തിന്റെ എഫക്റ്റീവ് ഗ്രാവിറ്റേഷണൽ ഫീൽഡും കൂടി കമ്പൈൻ ചെയ്തിട്ട് എഴുതേണ്ടതാണ്. ഓക്കെ, ഇസ് ഈക്വൽ ടു കോളം 2ന്റെ ടോട്ടൽ പ്രഷർ ഇൻ്റഗ്രൽ 0 to h2 G2 ഓഫ് ആർ റോ ഡി ആർ. അപ്പോൾ ഇവിടെയും നമ്മളൊരു ഡി ആർ കൺസിഡർ ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് സെൻട്രലിൽ നിന്ന് ആർ ദൂരത്തിൽ. അപ്പോൾ അവിടുത്തെ ഇഫക്റ്റീവ് ഗ്രാവിറ്റേഷൻ ഫീൽഡ് അറ്റ് ആർ G2 ഓഫ് ആർ ആണ്.
ക്ലിയർ? ഇത് ക്ലിയർ ആയി. സോ നമ്മൾ അസ്യൂം ചെയ്യാണ് ഈ കോളത്തിൻ്റെ ഈ രണ്ട് വെല്ലുകളുണ്ട്, വെൽ 1 ഉണ്ട്, വെൽ 2 ഉണ്ട്. വെൽ 1ലെയും വെൽ 2ലെയും ഡെൻസിറ്റി എന്ന് പറയുന്ന എല്ലാ സ്ഥലത്തും ഒരുപോലെയാണ്. എന്ന് പറഞ്ഞാൽ വാട്ടർ ഇൻകംപ്രസിബിൾ ആണെന്ന് വിചാരിക്കാം. ഇഫ് വി അസ്യൂം ദാറ്റ് water is incompressible എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് ഡെൻസിറ്റി വേരിയേഷൻ ഇല്ല എന്നർത്ഥം. ഈ കോളത്തിൽ ഈ വെല്ലിലും ഈ വെല്ലിലും എല്ലാ സ്ഥലത്തും ഒരേ ഡെൻസിറ്റി ആണെന്നാണ് അർത്ഥം. ഇൻകംപ്രസിബിൾ ആണെങ്കിൽ റോ ഈസ് എ കോൺസ്റ്റന്റ്. റോ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് രണ്ട് വെല്ലിലും സെയിം ആണ്, കോൺസ്റ്റന്റുമാണ്, മാറുന്നൂര്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാം, കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇൻ്റഗ്രേഷൻ്റെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇങ്ങനെ എഴുതാൻ പറ്റും, റോ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to h1 g1 of r dr is equal to rho into integral 0 to h2 g2 of r into dr. അപ്പോൾ റോയും വെട്ടിപ്പോയി. സോ ഇൻ്റഗ്രൽ 0 to h1 g1 of r dr is equal to integral 0 to h2 g2 of r dr എന്ന് എഴുതാം. ഓക്കെ, so here g1 of r and g2 of r and g2 of r are the effective gravitational field at r in column 1 and column 2. column 1 and 2. ഓക്കെ, സോ എങ്ങനെ നമുക്ക് ഇപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടുകൾ നമുക്ക് എഴുതാം. നമ്മൾ ആദ്യം എഴുതിയത് എന്താ, ഇൻ്റഗ്രൽ 0 to h1 റോ g1 of r dr is equal to integral 0 to h2 റോ g2 of r dr എഴുതിയത്. ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. വാട്ടർ ഇൻകംപ്രസിബിൾ ആണെങ്കിൽ റോ പുറത്തേക്ക് എടുക്കാം, വെട്ടിക്കളയാം. സോ ഇൻ്റഗ്രൽ 0 to h1 g1 of r dr is equal to integral 0 to h2 g2 of r dr. നമ്മുടെ ഫിഗർ ഓർമ്മയുണ്ടാവും, ഇതാണ് ഫിഗർ. രണ്ട് വാട്ടർ കോളം, കോളം നമ്പർ 1, കോളം നമ്പർ 2. ഇവിടെ 2 കിലോ നമ്മളൊരു dr കൺസിഡർ ചെയ്തു. ഇതിൻ്റെ ഹൈറ്റ് h1, ഇതിൻ്റെ ഹൈറ്റ് h2 മൊത്തം ഇതിൻ്റെ. അപ്പോൾ നമുക്കറിയാം ലോ ടൈഡും ഹൈ ടൈഡും ഉണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത പോയിന്റ് എയും ബിയും ആണ്. ഇവിടെ നിങ്ങൾക്കറിയാം ജി എ പ്രൈം ഇങ്ങനെയാണ് ഉണ്ടാവുക, ഇവിടെ ജി ബി പ്രൈം ഇങ്ങനെയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇവിടെ സിന്നോ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മൾ മുമ്പ് ഉപയോഗിച്ചത് സി ആയിരുന്നു. ജി ബി പ്രൈം ബി എന്ന് ഞാൻ ഇവിടെ കൊടുക്കുന്നു, ജി ബി പ്രൈം ഇങ്ങോട്ട് വരും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ എർത്തിന് മുഴുവൻ വെള്ളം രണ്ട് വെല്ലുകളായിട്ട് ഇമാജിൻ ചെയ്തേക്കാണെങ്കിൽ ഇവിടെ ഹൈ ടൈഡ് ഫോം ചെയ്തിട്ടുണ്ട്, ഇവിടെ ലോ ടൈഡും ഫോം ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഹൈറ്റ് എന്ന് പറയുന്നത്, ഈ വാട്ടർ കോളത്തിൻ്റെ ഹൈറ്റ് h1 മൈനസ് h2 എന്ന് പറയുന്നത് നമുക്ക് ഡെൽറ്റ എച്ച് എസ് എന്ന് കൊടുക്കാം. ഇതായിരിക്കും ഇക്ലീബ്രിയം ഹൈറ്റ് ഓഫ് ദ ടൈഡ്. ഇക്ലീബ്രിയം ഹൈറ്റ് ഓഫ് ദ ടൈഡ് ഇത് നമ്മളിവിടെ സണ്ണിനെ മാത്രമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സണ്ണ് കൊണ്ടുണ്ടാവുന്ന ഹൈറ്റ് ഡിഫറൻസ്, ഇവിടെ ഹൈ ടൈഡ് ഉണ്ടാകുന്ന കാരണം കുറച്ചും കൂടി h1 കൂടുതലായിരിക്കും, ഇവിടെ h2 അത്രത്തോളം ഉണ്ടാവില്ല. h1 മൈനസ് h2 ആണ് ഇക്ലീബ്രിയം ഹൈറ്റ് ഓഫ് ദ ടൈഡ്. സാധാരണ ഓഷ്യനിലുള്ള വാട്ടർ ലെവലിൻ്റെ ഹൈറ്റ് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് ഒരു ടൈഡിൻ്റെ മാക്സിമം ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക, ഇക്ലീബ്രിയം ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ g1 of r അപ്പോൾ g1 of r g2 of r നമുക്ക് കണ്ടുപിടിക്കണം. സോ ഇതിൽ നമ്മൾ എർത്ത് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സ്പെറിക്കൽ ആണെന്ന് ഇമാജിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആൻഡ് വി വിൽ നെഗ്ലക്ട് ദ ഇഫക്റ്റ് ഡ്യൂ ടു ദ റൊട്ടേഷൻ, സോ ദാറ്റ് effective field in column 1, effective gravitational field
in column 1 g1 of r എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇറ്റ് ഈസ് ഈക്വൽ ടു g of r മൈനസ് g പ്രൈം ഓഫ് r. ഇത് പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ ആ ഫിഗർ ഒന്ന് വരയ്ക്കാം. നമ്മൾ ഈ ഒരു പോയിന്റിലെയാണ്, നമ്മൾ ഈ ഒരു റീജിയനിലെയാണ് ആ വാട്ടർ കോളത്തമ്മലത്തെ ഇഫക്റ്റീവ് ഗ്രാവിറ്റേഷണൽ ഫീൽഡാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മൾ എർത്തിലായതുകൊണ്ട് തന്നെ എർത്ത് ഉണ്ടാക്കുന്ന ഒരു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ട്. ഇതിനെ സാധാരണ നമ്മൾ ജി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഈ പോയിന്റിലെയാണെന്ന് നമ്മൾ അറിയാൻ വേണ്ടി ജി ഓഫ് ആർ എന്ന് എഴുതുന്നു. അപ്പോൾ ജി ഓഫ് ആറിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കും, ടുവേർഡ്സ് ദ സെൻറ്റർ. ഈ പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇഫക്റ്റീവ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഡ്യൂ ടു സൺ, ക്യാപിറ്റൽ ലെറ്റർ സണ്ണിൻ്റെയാണ് ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ ജി പ്രൈം ഓഫ് ആർ എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അതിങ്ങനെയാണ് വരിക. ജി പ്രൈം ഓഫ് ആർ വിൽ ബി away from the earth center. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഈ പോയിന്റിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റിൽ ജി പ്രൈം ഓഫ് ആർ എന്ന് കൊടുക്കാം. അതുകൊണ്ടാണ് ഒരു നെഗറ്റീവ് സൈൻ വന്നത്. ജി ഓഫ് ആർ ടുവേർഡ്സ് ദ സെൻറ്ററും ജി പ്രൈം ഓഫ് ആർ എന്ന് പറയുന്നത് എവേ ഫ്രം ദ സെൻറ്ററും ആയതുകൊണ്ട് ഇഫക്റ്റീവ് ഗ്രാവിറ്റേഷൻ ഫീൽഡ്, അതായത് എർത്തിൻ്റെ ഗ്രാവിറ്റേഷൻ പുള്ള് കൊണ്ടും എർത്തിൻ്റെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊണ്ടും അതേപോലെ തന്നെ സണ്ണിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കൊണ്ടും ഉണ്ടാകുന്ന ഇഫക്റ്റീവ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുന്നത് g1 of r is equal to g of r minus g prime of r എന്ന് എഴുതാം. ഇത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ഓക്കെ, g of r is the gravitational field of the earth. g of r is the gravitational field of earth. Gravitational field of earth. സാധാരണ നമ്മൾ 9.8 എന്നൊക്കെ എർത്തിൻ്റെ സർഫസിൽ എഴുതുന്ന അതേ ക്വാണ്ടിറ്റി തന്നെ. Gravitational field of earth. g prime of r is the effective gravitational field of sun due to sun, field of sun. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ ഇതിനെ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുക, ഇത് ഇക്വേഷൻ നമ്പർ 4 എന്നും കൊടുക്കുക. ഓക്കെ, ഇവിടെ നെഗറ്റീവ് സൈൻ ഉണ്ടാവാൻ കാരണം ഒന്ന് ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യുന്ന 2 പോയിന്റ് എ ബി സി ഡി ഇങ്ങനെ കൺസിഡർ ചെയ്യാറുണ്ട്. ഇവിടെ ജി എ പ്രൈം ഇങ്ങനെയും ഇവിടെ ജി സി പ്രൈം, അല്ലെങ്കിൽ നമ്മൾ ഈ പോയിന്റിനെ ബി എന്ന് കൺസിഡർ ചെയ്യുന്നു. ഞാനിപ്പോൾ ഇതൊന്നും റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. ജി ബി പ്രൈം താഴത്തേക്കും വരും. അപ്പോൾ കോളം 1 നമ്മൾ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ g1 ഓഫ് ആർ എന്ന് പറയുന്നത് നമ്മൾ എഴുതിയത് g1 ഓഫ് ആർ ഇസ് ഈക്വൽ ടു ജി ഓഫ് ആർ എർത്തിൻ്റെ ഗ്രാഫ് മൈനസ് ജി പ്രൈം ഓഫ് ആർ എന്നാണ്. ഈ ജി പ്രൈം ഓഫ് ആർ, ജി എ പ്രൈം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജി എ പ്രൈം എത്ര കിട്ടിയാണ്? 2g0 RE by RS. ഇതാണ് ജി പ്രൈം ഓഫ്. അപ്പോൾ നമുക്കിവിടെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം എത്രയാണ്? 6 ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് സർഫസിന് വളരെ അടുത്തുള്ള ഒരു പോയിന്റ് ആണ്. നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ 6നെ റീപ്ലേസ് ചെയ്ത് 6 എന്ന് കൊടുക്കാൻ പറ്റും, വളരെ സിമ്പിളായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ജി പ്രൈം ഓഫ് ആർ എന്ന് പറയുന്നത്. ജി പ്രൈം ഓഫ് ആർ എന്ന് പറയുന്നത് RE ഈസ് അപ്രോക്സിമേറ്റ്ലി ആർ എന്ന് എടുക്കുകയാണെങ്കിൽ ജി പ്രൈം ഓഫ് ആർ എന്ന് പറയുന്നത് 2g0 R by RS എന്ന് കൊടുക്കാം. ക്ലിയർ ആയി വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ആൻഡ് ജി പ്രൈം, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും ജി പ്രൈം ഓഫ് ആർ ഇസ് ഈക്വൽ ടു ജി പ്രൈം ഓഫ് എ എന്ന് പറയുന്നത്, ജി പ്രൈം എ എന്ന് പറയുന്നത് 2g0 RE by RS ആണ്. അത് ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുക്കുക. ജി പ്രൈം ഓഫ് RE എന്ന് പറയുന്നത്, അതായത് 2g0 RE by RS
ഇക്വേഷൻ നമ്പർ 6 നമ്മളൊരു കാര്യം ചെയ്യാം. ആറിക്ക് അപ്രോക്സിമേറ്റ്ലി ആർ എന്ന് കൊടുത്താൽ ജി പ്രൈം ഓഫ് ആർ ഇസ് ഈക്വൽ ടു 2g0 ആർ ബൈ ആർ എസ് എന്ന് കൊടുക്കുക. ഇത് വെൽ 1 ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു സഫിക്സ് 1 കൊടുക്കാം. വെൽ 1ൻ്റെ ആണ് എഴുതുന്നത് എന്നുള്ള രൂപത്തിൽ. ഇത് ഇക്വേഷൻ നമ്പർ 4 ഇങ്ങനെ എഴുതിയാൽ മതി. ജി ഓഫ് ആർ മൈനസ് g1 പ്രൈം ഓഫ് ആർ എന്ന് കൊടുക്കുക. g1 പ്രൈം ഓഫ് ആർ എന്ന് പറയുന്നത് 2g0 ആർ ബൈ ആർ എന്ന് കൊടുക്കാം. അത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. 2g0ന് പകരം ജി എം എസ് ബൈ ആർ എസ് സ്ക്വയർ ഇൻറ്റു ആർ എന്ന് കൊടുക്കാം. അപ്പം എന്തായി? ഈ എം എസും ആർ എസും ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ 2CR എന്ന് കൊടുക്കാം. സി എന്ന് പറയുന്നത് വേറെ സി ഇസ് ഈക്വൽ ടു ഒരു ആർ എസ് ക്യൂബ് ആവും. ഇവിടെ ആർ എസും ഇവിടെ ഒരു ആർ എസും ഉണ്ട്. പിന്നെ ആർ എസ് സ്ക്വയറും കൂടി വരുമ്പോൾ ആർ എസ് ക്യൂബ് വരും. GMS ബൈ ആർ എസ് ക്യൂബ്. സി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ G1 പ്രൈം ഓഫ് ആർ എന്ന് പറയുന്നത് 2CR എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് ഇക്വേഷൻ നമ്പർ 8 എന്ന് കൊടുക്കുക. വേർ സി ഇസ് ഈക്വൽ ടു GMS ബൈ ആർ എസ് ക്യൂബ്. അത് ഇക്വേഷൻ നമ്പർ 9 എന്ന് കൊടുക്കുക. So putting these, we can write G1 of R is equal to G1 of R is equal to G of R minus 2CR. Equation number 10. ഇനി കോളം 2 കണ്ടുപിടിക്കാം. ഇതേപോലെ തന്നെ കോളം 2. കോളം 2 ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ രണ്ട് വെല്ലാണ് കൺസിഡർ ചെയ്തത്. ഈ വെല്ലിൽ ഇവിടെ DR എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം ഈ പോയിന്റിലെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എർത്ത് ജി ഓഫ് ആർ ഇങ്ങനെ വരും ടുവേർഡ്സ് ദ സെൻറ്റർ. ജി പ്രൈമും ആ ഡയറക്ഷൻ തന്നെയാണ് വരിക. ജി പ്രൈം ഓഫ് ആർ നമുക്ക് G2 പ്രൈം എന്ന് കൊടുക്കാം. നമുക്കറിയാം G2 പ്രൈം ഓഫ് ആർ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ റിസൾട്ട് എന്ന് പറയുന്നത് 2g0 RE ബൈ ആർ എസ് എന്നാണ് എഴുതുക. ഈ ആറിക്ക് പകരം ആറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പണ്ട് ചെയ്ത അതേപോലെ തന്നെ. അപ്പോൾ G2 പ്രൈം ഓഫ് ആർ എന്ന് പറയുന്നത് 2g0 ആർ ബൈ ആർ എസ് എന്ന് എഴുതും. അത് ഇക്വേഷൻ നമ്പർ 10A എന്ന് കൊടുക്കുക. അപ്പോൾ G2 ഓഫ് ആർ എന്ന് പറയുന്നത് G ഓഫ് ആർ പ്ലസ് G2 പ്രൈം ഓഫ് ആർ എന്ന് പറയും. കാരണം എന്താ? രണ്ടിൻ്റെ ഡയറക്ഷൻ സെയിം ആണ്. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. എർത്തിൻ്റെയും സണ്ണിൻ്റെയും കൂടി ആഡ് ചെയ്യുന്നു. അപ്പോൾ G ഓഫ് ആർ പ്ലസ് G2 പ്രൈം ഓഫ് ആർ എന്ന് കൊടുക്കാം. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ റിലേഷനിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. 2g0 ഈ റിലേഷൻ എന്ന് പറയുന്നത് ഈ പോയിന്റിൽ ഉണ്ടാവുന്നത് G0 RE ബൈ ആർ എസ് എന്നാണ് ഈ റിലേഷൻ കിട്ടുക. ഈ പോയിന്റ് നമുക്ക് GC പ്രൈം നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് G0 RE ബൈ ആർ എസ്. അപ്പോൾ G0 R ബൈ ആർ എസ് എന്നാണ് റിസൾട്ട് വരിക. G2 ഓഫ് ആർ എന്ന് പറയുന്നത് നമ്മൾ ഈ സൈഡാണ്. ഇത് ലോ ടൈഡിൻ്റെ പോയിൻ്റാണ്. നമ്മൾ പെട്ടെന്നൊന്ന് എഴുതിയപ്പോൾ മിസ്റ്റേക്ക് വന്നതാണ്. ഇതാണ് റിസൾട്ട് G0 R ബൈ ആർ എസ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ GA പ്രൈമും so G2 of R is equal to G of R into G2 prime of R. G2 prime of R is G0 R by RS. നമ്മൾ ഓൾറെഡി നമ്മൾക്ക് കിട്ടിയ റിസൾട്ടാണ് G0 RE ബൈ ആറിക്ക് പകരം ആറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ കൊടുക്കാം? G of R പ്ലസ് G0 R ബൈ RS. അതിൽ G of R പ്ലസ് GMS ബൈ ആർ എസ് ക്യൂബ് ഇൻറ്റു ആർ എന്ന് എഴുതാം. ഈ GMS ബൈ ആർ എസ് ക്യൂബാണ് സി എന്ന് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം G ഓഫ് ആർ പ്ലസ് CR സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
ഓക്കെ. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 11 എന്ന് കൊടുക്കുക. 10 എന്നുള്ളതിന് പകരം 11 എന്ന് കൊടുക്കുക. ഇത് ഇക്വേഷൻ നമ്പർ 12 എന്ന് കൊടുക്കുക. സോ G1 ഓഫ് ആറും G2 ഓഫ് ആറും നമുക്ക് കിട്ടി. ഒന്നും കൂടി ഞാനത് റെപ്രസെന്റ് ചെയ്യാം. G1 ഓഫ് ആർ എന്ന് പറയുന്നത് G ഓഫ് ആർ മൈനസ് 2CR. കാരണം അതിൽ G ഓഫ് ആർ ഇങ്ങനെയും G1 പ്രൈം ഓഫ് ആർ ഇങ്ങനെയും വരും. G1 പ്രൈം ഓഫ് ആർ ആണ് 2CR വരുന്നത്. കോളം 2ല് G2 ഓഫ് ആർ എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുന്നത് G ഓഫ് ആർ പ്ലസ് CR എന്ന് വരും. അവിടെ G ഓഫ് ആറും G2 പ്രൈം ഓഫ് ആറും ഇതാണ്. G2 പ്രൈം ഓഫ് ആർ എന്ന് പറയുന്നത് G0 R/RS ഇതാണ് കിട്ടുക. ആ G0 എന്ന് പറയുന്നത് സെൻറ്ററിലേക്കുള്ള സണ്ണിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡാണ്. ഓക്കെ, ആക്സലറേഷൻ ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇപ്പോൾ ഇക്വേഷൻ നമ്പർ 10 എന്നും ഇത് ഇക്വേഷൻ നമ്പർ 12 എന്നും നമുക്ക് കിട്ടി. ഓക്കെ, ദെൻ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് കിട്ടിയേക്കുന്ന റിസൾട്ട് ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2 ഓർമ്മയുണ്ടാവും. ഇക്വേഷൻ നമ്പർ 2 എന്താണ്? ഇൻ്റഗ്രൽ 0 to h1 G1 ഓഫ് ആർ dr is equal to integral 0 to h2 G2 of r dr. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻ്റഗ്രൽ 0 to h1 G of r minus 2CR dr is equal to integral 0 to h2 G of r plus CR dr. ഓക്കെ, അപ്പോൾ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 to h1 G of r dr മൈനസ് 2C ഇൻ്റഗ്രൽ 0 to h1 r dr. എങ്കിൽ അത് ഇങ്ങനെ തന്നെ എഴുതാം. 2CR dr എന്ന് എഴുതാം. is equal to integral 0 to h2 G of r dr plus integral 0 to h2 CR dr. ഓക്കെ, ഇനി നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. അതിന് ഈ ഇൻ്റഗ്രൽ 0 to h2 G of r dr നെ ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇൻ്റഗ്രൽ 0 to h1 G of r dr മൈനസ് ഇൻ്റഗ്രൽ 0 to h2 G of r dr ഈസ് ഈക്വൽ ടു ഈ ഇൻ്റഗ്രേഷനെ ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എത്രയായി? ഇൻ്റഗ്രൽ 0 to h2 CR dr പ്ലസ് ഇൻ്റഗ്രൽ 0 to h1 2CR dr. ഓക്കെ, അപ്പം ഇത് നമുക്കൊന്ന് ഇതിനൊന്ന് തലവെച്ച് എഴുതിയാൽ മൈനസ് ഇൻ്റഗ്രൽ h1 to 0 G of r dr മൈനസ് ഇൻ്റഗ്രൽ 0 to h2 G of r dr ഇങ്ങനെ കൊടുക്കും. That is equal to integral 0 to h2 CR dr plus integral 0 to h1 2CR dr. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം. മൈനസ് ഇൻ്റഗ്രൽ h1 to h2 ഈ രണ്ട് ഇൻ്റഗ്രലിനെയും കമ്പൈൻ ചെയ്യുമ്പോൾ h1 to 0 then 0 to h2 അതിന് പകരം h1 to h2 എന്ന് കൊടുക്കാം. h1 to h2 G of r dr is equal to integral 0 to h2 CR dr plus integral 0 to h1
2cr dr. ഓക്കെ, ഇതിൽ നമ്മൾ എർത്തിൻ്റെ സർഫസിന് അടുത്തുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കുക, ഈ ആർ എന്ന് പറയുന്നത്. ഇപ്പോൾ 2 വെല്ല് നമ്മൾ കൺസിഡർ ചെയ്തു. ആ 2 വെല്ലിൽ നിന്നും ഈ ഒരു പോയിന്റിലാണ്, ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റ് ആണെങ്കിൽ H1 ഉം H2 അപ്രോക്സിമേറ്റ്ലി RE എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. എർത്തിൻ്റെ റേഡിയസ് അത് നമ്മൾ കൊടുക്കും. ഏകദേശം REയുടെ അടുത്താണ് H1ൻ്റെയും H2ൻ്റെയും വാല്യൂ എന്നർത്ഥം. മാത്രമല്ല എർത്തിൻ്റെ സർഫസിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആണ്. സോ ടേക്കിംഗ് G of R is equal to G of RE. അതായത് ഈ പോയിന്റ് നമ്മൾ എർത്തിന് സർഫസിന് വളരെ അടുത്താണെന്ന് വിചാരിച്ചാൽ ദാറ്റ് ഈസ് സിമ്പിൾ, നമ്മൾ സാധാരണ മെക്കാനിക്സിൽ ഉപയോഗിക്കുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇതാണ് വാല്യൂ. G of R is approximately equal to G which is constant. നമ്മൾ ഏകദേശം 9.8 ഒക്കെയാണ് നമ്മൾ പറയാറുള്ളത്. 9.8 to 10 വരെയുള്ള വേരിയേഷൻ ഒക്കെയാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് G of R എന്ന് പറയുന്നത് G എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ you can take that outside. So G integral minus G integral H1 to H2 dr എന്ന് കൊടുക്കുക. ഇവിടെ H1 ഉം H2 ഈ അപ്രോക്സിമേറ്റ്ലി H1 ഉം H2 അപ്രോക്സിമേറ്റ്ലി RE ആണെങ്കിൽ you can substitute this as integral 0 to RE 3cr dr. അതായത് CRഉം 2CRഉം കൂടി കൂട്ടുമ്പോൾ 3cr വരും. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ H1 H2 അപ്രോക്സിമേറ്റ്ലി സെയിം ആണ്. സോ 3cr dr എന്ന് കൊടുക്കുക. ഓക്കെ, ഇപ്പം ഇത് ക്ലിയർ ആയി. അപ്പോൾ -G ഇൻറ്റഗ്രൽ dr എത്ര 6, ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുക്കുക. H1 H2 is equal to 3cr square by 2 integral 0 to R. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ദാറ്റ് റിസൾട്ട് വിൽ ബി നമ്മൾ എഴുതിയ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇതിന് തൊട്ട് മുമ്പിലത്തെ ഒരു ഇക്വേഷൻ നമ്പർ 13 എന്ന് കൊടുക്കുക, ഇത് 14 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അടുത്തതെന്ന് പറയുന്നത് -G ഇൻറ്റു H2 മൈനസ് H1 എന്ന് എഴുതാം. H2 മൈനസ് H1 ഇസ് ഈക്വൽ ടു 3/2C ഇൻറ്റു RE സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് G ഇൻറ്റു H1 മൈനസ് H2 എന്ന് കൊടുക്കാം. H1 മൈനസ് H2 എന്ന് പറയുന്നത് 3/2C RE സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ G ഇൻറ്റു ഡെൽറ്റ HS എന്ന് എഴുതാം. അതായത് വിച്ച് ഈസ് ദ ഇക്വിലിബ്രിയം ഹൈറ്റ് ഓഫ് ദ ടൈഡ്, ഡ്യൂ ടു സൺ. സണ്ണിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. എർത്ത് നമ്മൾ മൂണിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. G ഇൻറ്റു ഡെൽറ്റ HS ഈസ് ഈക്വൽ ടു 3/2C RE സ്ക്വയർ. സോ ഡെൽറ്റ HS ഇസ് ഈക്വൽ ടു 3C RE സ്ക്വയർ ഡിവൈഡഡ് ബൈ 2G എന്ന് കൊടുക്കുക. G എന്ന് പറയുന്നത് എന്താണ്? G എന്ന് പറയുന്നത് GME ബൈ RE സ്ക്വയർ ആണ്. ME എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഓഫ് എർത്ത്. GM/R സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? മാസ് ഓഫ് ദ എർത്ത് ആണ്. RE എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ എർത്ത് ആണ്. G എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. C എന്ന് പറയുന്നതോ GMS ഡിവൈഡഡ് ബൈ RS ക്യൂബ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഡെൽറ്റ HS എന്ന് പറയുന്നത് 3/2 സിക്ക് പകരം GMS ബൈ RS ക്യൂബ് എന്ന് കൊടുക്കുക.
ഇൻറ്റു ആർ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി എം ഇ ഇൻറ്റു ആർ ഇ സ്ക്വയർ. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ജിയും വെട്ടിപ്പോയി. 3/2 ആർ ഇ ബൈ ആർ എസ് ഹോൾ ക്യൂബ് ഇൻറ്റു എം എസ് ഡിവൈഡഡ് ബൈ എം ഇ ഇൻറ്റു ആർ ഇ. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 15.